ബീഹാറിൽ ആകെയുള്ള 6 കോൺഗ്രസ് എംഎൽഎമാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെഡിയുവിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നതായാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോൺഗ്രസ് എംഎൽഎമാർ പാർട്ടിയുടെ പ്രധാന യോഗങ്ങളിൽ നിന്നും പരിപാടികളിൽ നിന്നും വിട്ടുനിന്നതോടെയാണ് ഈ അഭ്യൂഹം ശക്തമായത്. പട്നയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന വിരുന്നിലും ഇവർ പങ്കെടുത്തിരുന്നില്ല. ഇത് പാർട്ടിയിൽ നിന്നുള്ള അവരുടെ അകൽച്ചയുടെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ അത് കേവലം 6 എംഎൽഎമാരുടെ കൂറുമാറ്റമായി ചുരുക്കി കാണാനാകില്ല. മറിച്ച് 243 അംഗ ബീഹാർ നിയമസഭയിൽ കോൺഗ്രസിന് ഒരു പ്രതിനിധി പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇതിനെല്ലാം പുറമെ BJPയെ സമ്മർദ്ദത്തിലാക്കാനുള്ള നിതീഷ് കുമാറിന്റെ തന്ത്രവും ഈ രാഷ്ട്രീയ നീക്കത്തിന് പിന്നിലുണ്ട്. കോൺഗ്രസ് എംഎൽഎമാരെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ സാധിച്ചാൽ നിയമസഭയിൽ BJPയേക്കാൾ വലിയ കക്ഷിയായി മാറാൻ ജെഡിയുവിന് സാധിക്കും. നിലവിലെ NDA സഖ്യത്തിൽ BJPക്കാണ് കൂടുതൽ സീറ്റുകളുള്ളത്. 89 അംഗങ്ങളാണ് BJPക്കുള്ളത്. എന്നാൽ 6 എംഎൽഎമാർ കൂടിയാകുമ്പോൾ ജെഡിയുവിന് സഭയിൽ 91 അംഗങ്ങളുണ്ടാകും. ബീഹാറിൽ ഉടൻ നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ വിപുലീകരണത്തിന് മുന്നോടിയായി ഈ എംഎൽഎമാർ കളം മാറി ചവിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ.